പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 34-ാം ദിവസം. ഹോശേയ പ്രവാചകന്റെ ഗ്രന്ഥം 14-ാം അധ്യായം 4 മുതൽ 7 വരെയും 9 തിരുവചനങ്ങൾ. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും. ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെ ആയിരിക്കും. ലില്ലി പോലെ അവൻ പുഷ്പിക്കും. ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും. അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും. അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോന്റെ പരിമളവും ഉണ്ടായിരിക്കും. അവർ തിരിച്ചു വന്ന് എൻ്റെ തണലിൽ വസിക്കും. പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും. ലെബനോനിലെ വീഞ്ഞു പോലെ അവർ സൗരഭ്യം പരത്തും. ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ. കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്. നീതിമാന്മാർ അതിലൂടെ ചരിക്കുന്നു. പാപികൾ അവയിൽ കാലിടറി വീഴുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ ഇസ്രായേലിനെ ഹോശേയ പ്രവാചകൻ വഴി ദൈവം ക്ഷണിക്കുകയാണ്. പ്രവാചകൻ ഇപ്രകാരം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഇസ്രായേൽ ജനത്തെ അറിയിക്കുന്നു. അവരുടെ എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കും. അവരോടുള്ള ദൈവത്തിൻ്റെ കോപം അകന്നിരിക്കുന്നു. ദൈവം അവരുടെ മേൽ തൻ്റെ സ്നേഹം ചൊരിയും. സാന്ത്വനത്തിൻ്റെ പുതപ്പ് കൊണ്ട് ദൈവം ഇസ്രായേലിനെ പുതപ്പിക്കും. ഇസ്രായേലിന് ദൈവം തുഷാരബിന്ദു പോലെ ആയിരിക്കും. ഇളമഞ്ഞിൻ്റെ സുഖതണുപ്പിൽ ദൈവസ്നേഹത്തിൻ്റെ സാന്ത്വനം നുകരാൻ ഇസ്രായേലിനെ ദൈവം ക്ഷണിക്കുന്നു. അപ്പോൾ അവൻ ലില്ലി പോലെ പുഷ്പിക്കും. കഠിനതാപത്തിലും വാടാതെ പുഷ്പിക്കാൻ കഴിവുള്ള ലില്ലിച്ചെടി പോലെ ഇസ്രായേൽ ജനം പുഷ്പിച്ചു നിൽക്കും. ഇലവ് പോലെ അവൻ്റെ വേര് ഉറപ്പിക്കപ്പെടും. ആഴത്തിലേക്ക് വേരൂന്നി നിൽക്കുന്ന ഇലവ് മരം പോലെയാണ് ഇസ്രായേൽ. എത്രമാത്രം ആഴത്തിലേക്ക് വേരുകൾ ഊന്നുവോ അത്രമാത്രം അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും. ഇസ്രായേലിന് ഒലിവ് ചെടിയുടെ മനോഹാരിത ഉണ്ടാവും. സുഗന്ധദ്രവ്യങ്ങൾക്ക് പേര് കേട്ട ലെബനോന്റെ പരിമളം ഇസ്രായേലിൽ നിന്ന് പുറപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ തണലിൽ വസിക്കുന്ന ഇസ്രായേൽ ദൈവസ്നേഹത്തിൻ്റെ സാന്ത്വനം രുചിച്ച് അറിയും. ഈ അഭിഷേകത്തിലേക്കാണ് ഹോശേയ ഇസ്രായേൽ ജനത്തെ ക്ഷണിക്കുന്നത്. നീതിമാന്മാർ ഈ പാതയിലൂടെ സഞ്ചരിക്കും എന്ന് കർത്താവിൻ്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ ഉപാസിച്ച് ആ തിരുവചനങ്ങൾ മാംസം ധരിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി അവിടുന്ന് നമ്മളിലേക്ക് ഒഴുക്കുന്ന സ്നേഹ സുഗന്ധത്തിൻ്റെ സാന്ത്വന അഭിഷേകം അനുഭവിക്കാൻ ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കൊത്തിവയ്ക്കാം.
ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ എന്ന് ഹോശേയയുടെ പ്രവചന ഗ്രന്ഥം അവസാനിപ്പിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരുണാമയനായ കർത്താവിൻ്റെ ജ്ഞാനം ഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ സാന്ത്വന അനുഭവം സ്വന്തമാക്കാൻ നമ്മെ ഹോശേയ പ്രവാചകൻ വിളിക്കുന്നു. പ്രവാചകനിലൂടെ നമുക്ക് നൽകപ്പെടുന്ന അരുളപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ പാദാന്തികത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഈ സ്നേഹാനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ആബാ പിതാവേ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ എന്നിൽ പൂർത്തീകരിക്കാൻ ഇടയാക്കണമേ. തലമുറകളായി അങ്ങ് വർദ്ധിക്കുന്ന അങ്ങയുടെ സ്നേഹം എന്നിൽ ചൊരിയണമേ. ഞാൻ അങ്ങയുടെ വചനത്തിൻ്റെ ഉപാസകനായി തീരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.